ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പ്രോഗ്രാംസിൻ്റെ കുറച്ച് അവിടെ കാര്യങ്ങളിലൊക്കെ പോയപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നൈറ്റായില്ലേ, നൈറ്റിൽ എടുത്തിട്ട് ക്ലിയർ ഇല്ലാത്തത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു വൈൻഡപ്പ് കൊടുക്കാതെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആക്കി കൊടുത്തത്. ഓക്കെ, ആരത് നമ്മൾ ഫുഡ് കഴിച്ചു ആൻഡ് ഗോയിങ് ടു കലങ്കുട്ട ബീച്ച്. നമുക്ക് ഇന്നലെ ബീച്ചിൽ അത്ര കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ബീച്ചിൽ പോവാണ്. അവിടെ കുറേ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. സോ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ഐഡിയക്കാണ് നമ്മൾ പോകുന്നത്. റൈറ്റ്, വാട്ടർ സ്പോർട്സ്. പിന്നെ ബീച്ചിൽ വാട്ടർ സ്പോർട്സ് അല്ലാതെ ക്രിക്കറ്റ് കളി ഉണ്ടാവുമോ? എന്ത് കഥയാണ്. പിന്നെ ബീച്ചിൽ എന്താണ്ടാവുക? ബീച്ചിൽ എന്താണ്ടാവുക? അവിടെ കുറച്ച് ഷാക്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റൈഡിങ്ങും കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ റൈഡിങ്ങിലൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ വലിയൊരു പാർക്കിംഗ് ഏരിയയിലുള്ളത്. ഇവിടുത്തെ 500 മീറ്ററാണ് കലങ്കുട്ട ബീച്ചിലേക്കുള്ളത്. ഓക്കെ, ഇവിടെ 4 hours പാർക്ക് ചെയ്യാൻ ഇതാണ് മിനിമം ചാർജ്, 100 rupees. അത് 4 hours ചാർജ് പാർക്ക് ചെയ്യാം. അങ്ങനെയാണ് സംസാരിച്ചിട്ട് 4 hours കഴിഞ്ഞാലും നമുക്ക് എമൗണ്ട് ഒന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ്ക്കറിയാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആരാ എന്താ ചോദിക്കുകയെന്നൊക്കെ അള്ളാഹ്ക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഏരിയ എന്ന് പറയുന്നത് കണ്ടോ, ആ ഒരു ഏരിയ, ആ ഒരു ബിൽഡിങ്ങും അപ്പുറത്തേക്കും ഒക്കെ ഫുൾ പർച്ചേസ് ചെയ്യാനും ഈ ഏരിയയിലൊക്കെ ഒക്കെ ഉണ്ട്. നമ്മളത് കാണിച്ചു തരാം. വി ആർ ലീവിങ് നൗ. പോവാം. റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ആണ്. ആ കണ്ണാടി ഒരു കൂടെ കുടിക്കുമ്പോൾ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ രാത്രി തിന്നോ? സോറി, നമ്മളെ ഫുഡിന് ഭാഗമാണിത്. യോഗട്ട്, ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. കുറച്ച് ഹെൽത്ത് ടിപ്സ് തരാൻ വിചാരിച്ചു. ആള് കഴിക്കുന്ന ഫ്ലേവേർഡ് ആണ്. ഞാൻ പ്ലെയിൻ യോഗട്ട്സ് കഴിക്കാറുള്ളൂ. എനിക്ക് പ്ലെയിൻ യോഗട്ട്സ് ഇഷ്ടമുള്ളൂ. എനിക്ക് അത്ര ഫ്ലേവേർഡ് ഒന്നും എനിക്കിഷ്ടമില്ല. സോ നമ്മൾ യോഗട്ട് കഴിക്കണം. ഓക്കെ, ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ എനർജി. പിന്നെ ഔട്ട്സൈഡ് സ്ട്രോല് കുടിച്ചോ? എനർജിയും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, മറ്റേ എക്സ്പെൻസീവ് ആണല്ലോ അവിടെ. നമ്മൾ അതും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാത്തിലും എക്സ്പെൻസ് പറയുന്നത് എന്താണെന്ന് തോന്നരുതേ, അത് റിയാലിറ്റിയാണ്. ये स्टॉल है ना, ये क्या है? ये स्टॉल है। स्टॉल मतलब ओके, कितना है? ये 250 का है। सॉरी, 250, 150 है। ये वाला ये 250 है। अंदर उसका दूसरा टाइप है ना भाई, दूसरा टाइप है। ये वाला है, ऐसा वाला है कि भी बचा है। अभी को टीवी पर चढ़ने का और डिस्काउंट ऑफर में दे दो भाई। अच्छा राइट में दे दोगे तो 2, 3, 4 पे 250 से कम नहीं है, उससे कम नहीं। ഇവിടെ നമ്മൾ നല്ല ഡിസൈനർ ഷോൾസ് കണ്ടു. പക്ഷെ ചില ഷോളിൻ്റെ ഒക്കെ റേറ്റ് കേട്ടിട്ട് നമ്മൾ കണ്ണെന്നിങ്ങനെ പൊന്നിച്ച പറയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫീബിളായിട്ടുള്ള 2 കാറ്റഗറി ഷോൾ കണ്ടു. ആ ഷോളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് ഞാൻ എൻ്റെ കുറേ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോളുകളൊക്കെ അതിനകത്ത് കാണാം.
2 ഷോളിന് 400. നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഷോൾസ് ഉണ്ട്. നല്ല ഷോൾസ് നിയർ പി സി കളക്ഷൻസിൻ്റെ ഒക്കെ നിയർ ബൈ ആയിട്ടാണ് വരുന്നത്. മെയിൻ എൻട്രൻസിൻ്റെ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അടിപൊളി നല്ല നല്ല ഡ്രസ്സുള്ള ബാഗുകൾ, ഒരുപാട് ടൈപ്പ് ഓഫ് ബാഗ്സ് ഉണ്ട്. पहले तो वो बोल रहा है और तुम्हारा शर्ट भी दूसरा ये जो आता है वो बोल रहा है कुछ भी है ही नहीं, बोलता है എല്ലാ ടൈപ്പ്, വലിയ സൈസ് ചെറിയ സൈസ് എല്ലാ ടൈപ്പ് ട്രാവൽ ബാഗ്സ് ഉണ്ട്. मैं बोलता ऐसा मत എന്താ करो പറയാ, यार മുന്നോട്ടൊക്കെ കണ്ടിട്ട് മുന്നോട്ടോ ഭയങ്കര സംസാരത്തിലാണ്. शर्ट को बोला ഷോൾഡർ ബാഗ്സ് ഉണ്ട്, ക്ലച്ചസ് ഉണ്ട്, എല്ലാ ടൈപ്സ് ഓഫ് ബാഗ്സ് ഉണ്ട്. और इकत भाई वो वो मॉडल आया फ्री है भाई. राइट कितना वो 750 का 750. 750. भाई ये बहुत ज़्यादा राइट है भाई. ये कितना का? वो 350 का 250 में दे दो. 250 का नहीं है सर, ये वाला रेक्सिन का ले तो 250 देता है. एक्सी वो नहीं है इकत का है भाई. सर, इकत मॉडल का है. भाई उधर में दे देगा तो बोलेगा तो इधर आएगा. वो 300 बोलेगा लास्ट हाँ प्राइस. इधर नीचे का 300 देता है. दिस मॉडल सेम टू सेम देखो भैया ये वाला दिखा बेल्ट सकते हैं? वो 7 देंगे मैम लास्ट. दिखा सकते हैं? अच्छा दिखा सकते हैं बट आई गिव 700 लास्ट. 700 है ना. हाँ इसका ये मॉडल क्या मटेरियल है भैया? पूरा जूट मटेरियल जूट है भैया. ना पूरा. हाँ पूरा हैंड वर्क है. हाँ ये देखो ये मॉडल लेता 650 देता. ओ कम देखो ये रेट में कम लेता कितना? 650 भैया ये मॉडल से. ये वाला ले तो 600 है. 650 है ना 100 है ना भाई. ये देखो वो पूरा ये मॉडल ले तो 600 सेम. ये मॉडल आप 600 को दे दो भैया. ये अच्छा मॉडल है. 700 से कम नहीं दे सकता मैं. हाँ ബാക്കി ബാഗിൽ വെച്ചുതരാ. ക്യാപ്പ് വാങ്ങാനല്ലേ വാ. ഓക്കെ, ഇവിടെ മൊത്തം നമ്മൾ ഫുള്ള് പർച്ചേസിൻ്റെ ഏരിയ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല ബാഗ്സ്, ടീഷർട്ട്സ്, അതേപോലെ നമ്മൾ ക്രോക്കറി ഡെക്കോർ ഐറ്റംസ്, അതേപോലെ ഡ്രസ്സസ്, ചപ്പൽ, അങ്ങനെയുള്ള ഒരുപാട് സെക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് ഫുൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കേട്ടോ, നമ്മൾ വീടിൻ്റെ മുന്നിൽ വെക്കുന്ന നെയിം ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണിത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കയറിയ ഷോപ്പിൽ നിന്ന് ഒരു ബ്ലാക്ക് സ്ലിംഗ് ബാഗ് വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റും, എൻ്റെ ഫോട്ടോസിലും വീഡിയോസിലും ഉണ്ട്. അപ്പോൾ അത് ബാഗ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാറിൽ കൊണ്ടുവച്ചിട്ട് കൈയൊന്ന് ഫ്രീ ആക്കിയിട്ട് നടക്കാമെന്നുള്ളതിൽ അവിടെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം ഞാനിങ്ങനെ എല്ലാ സ്ഥലവും നോക്കി നടക്കുന്ന സമയത്ത് അവിടെ സ്കൂട്ടേഴ്സൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതായിട്ട് കണ്ടു. അപ്പം നമുക്ക് സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ റെൻറ്റിൻ്റെ റേറ്റ് എത്രയാണ് പോയി നോക്കാം. ബൈക്കുകളൊക്കെ റെൻറ്റിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് കിട്ടും. ബൈക്ക് റെൻറ്റിന് എത്രയാണ് നമുക്ക് കിട്ടും. ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. भैया रेंट कितना है बाइक के? रेंट कितना है? हम लोग लेने आए हैं. लेने आए? 1000 रुपये बोल रहे हैं. 1000 रुपये बोलो. क्या ज़्यादा है? एक अंडे के लिए बाइक लेके जाती ഒരു മണിക്കൂറിനൊക്കെ 1000 റുപ്പീസ്. ഞാൻ പോയി ചോദിച്ച ആൾ വണ്ടീൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച ആൾ വണ്ടീൻ്റെ ആളാണ്. നോക്കുമ്പോൾ അയാൾ വണ്ടി എടുക്കാൻ വന്ന ആളാണ്. ഒരു മണിക്കൂറിനൊക്കെ 1000 റുപ്പീസാണ് അവർ പറഞ്ഞത് വണ്ടിക്ക് റേറ്റ് അയാൾ പറയുന്നത്. അവരിങ്ങനെ ബ്ലിങ്ക് അടിച്ചിരിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിനൊക്കെ 1000 റുപ്യെന്ന് ചോദിച്ചിട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ഇതൊക്കെ നമുക്ക് ചെറിയ പൈസ. ഇവിടെ ഏറ്റവും പോലെ ബാഗിൻ്റെ ഇതാണുള്ളത്. ആ ബുദ്ധൻ്റെ പ്രതിമ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേക സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരാം. പല കളറിലും ഇവിടെ ഇവിടുത്തെ മെയിൻ സാധനമാണ്. ഇതിന് എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ പ്രതിമകളുണ്ട്.
കൃഷ്ണൻ്റെ ഉണ്ട്, ഹനുമാൻ്റെ ഉണ്ട്, ബുദ്ധൻ്റെത് ഉണ്ട്, വിഷ്ണു ഭഗവാന്റെ ഉണ്ട്, ഇങ്ങനെ കുറേ ഗണപതിൻ്റെ ഉണ്ട്. ഇത് മൂന്നും പെയറായിട്ട് നമ്മൾ മറ്റേ കൊടുങ്ങിൻ്റെ പീസാണ് കേട്ടോ. 900 റുപ്പീസാണ് പെയറല്ല, ഇനി ടിഫ്ലെക്സ് എന്നാണ് പറയാം. ടിഫ്ലെക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ മെയിൻ ബോർഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ ചെയിൻസ് നമ്മൾ പറഞ്ഞ പേരിൽ ചെയിൻസ് ഒക്കെ ചെയ്തു തരും. ഇത് ജ്വല്ലറി ബോക്സസ് ആണ്. बॉक्स कितना 300 300 റുപ്പീസാണ് ഒരു ബോക്സ് എന്ന് പറയുന്നത്. 300 रुपीस നല്ല നൈസ് ബോക്സ് ആണ്. എനിക്ക് പിന്നെ അങ്ങനെ വെല്ലത് ഇടുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. वो अभी मेकिंग करेगा भाई ये सब वाला पूरा अभी कितना नाम का कितना है भाई छोटा वाला ये पीछे नाम ചെയ്യണം. നമ്മൾ രണ്ടാളുടെയും കൂടെ പേര് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുന്ന പോലെ രാവിലെ ലൈവായിട്ട് മേക്ക് ചെയ്തു. നൈസ് നോക്കണ്ട ഈ ജീൻസ് നമുക്ക് അങ്ങോട്ടൊരു പ്രൈസ് വരെ ഉണ്ടായിട്ടില്ല. അവിടെ കണ്ടോ ഒറിജിനൽ ശംഖിൻ്റെ ഇവിടെ ഇങ്ങനെ ശംഖ് കിട്ടും. പാക്കേജ് ആയിട്ട് ശംഖ് കിട്ടുന്നുണ്ട്. ശംഖിൻ്റെ ഒക്കെ ജ്വല്ലറി ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്. മാലകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. അത് ഞാൻ വേറെ കാണിച്ചു ये क्या है भाई ये शंख का ये क्या है ये ऐसा करेगा तो आवाज़ आएगा नहीं നല്ല कितना മഞ്ഞ കൂളിംഗ് ഗ്ലാസ്. ഇത് നമ്മുടെ മഞ്ഞ കൂളിംഗ് ഗ്ലാസ്. നമുക്ക് മഞ്ഞ കൂളിംഗ് ഗ്ലാസ് ആണോ? എന്താ ये कितना भाई 300 ഇത് 300 रुपीस ആണ്. അതെ ശംഖ്. അതുപോലെ ഇങ്ങനെ മിറേഴ്സ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, കമ്മലുകളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് എവിടെന്നെങ്കിലും കാണുകയാണെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. कितना है भैया इसका प्राइस? इसका 250 है मैम. 250. नहीं सबका पता है सर, बजाने के लिए भैया को बुला रहे हैं. बजाने के लिए अच्छा अच्छा, ये 250 है, ये वाला 250 है. हाँ जी ये चाहिए ये दोनों एक चेन है. अच्छा ठीक है, അത് വേണ്ട. നല്ലതാട്ടോ ഇത്. ഇടയ്ക്ക് നോക്കാം കാർന്ന് जेंट्स का नहीं है भाई जेंट्स का ശംഖിൻ്റെ ബ്രേസ്ലെറ്റ് ഉള്ളത്. चेन ശംഖിൻ്റെ ബ്രേസ്ലെറ്റ്സ് प्लेन പല चेन ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റ്സ്. पूरा लेडीज का है ഇവിടെ വളകൾ, ശംഖിൻ്റെ ഡിസൈൻസ് ഉള്ള ബ്രേസ്ലെറ്റ്സ്. ये वाला कितना है भैया? 300. 300. तो कम रुपये के कुछ नहीं है भैया, सभी 300 400. और ये 300 लाख की है. इसमें मैं बोल रहा हूँ लाख की लाख. ये भी लास्ट टाइम पर 350 है. 350. नाइस कलेक्शन നല്ല നല്ല അടിപൊളി ചെയ്യുന്നതാണ്. നമുക്ക് ഒന്നും കൂടി പരിചയം നോക്കാം. ചിലപ്പം ഇതിൻ്റെ മാത്രം ഷോറൂംസ് കിട്ടും, इधर क्या नाम है भाई क्या बोल കടകൾ കിട്ടും. कैप्रिकॉन के ठीक सामने. कैप्रिकॉन पे കാപ്രിക്കോൺ ഗോവ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ്. ഭയ്യ आपका नाम क्या है? राम भरोसे. हाँ राम राम भरोसे. हाँ राम रोसे का नाम. പാനിപ്പൂരിയാ ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ചുകൂടി നടന്നിട്ടൊക്കെ കിതക്കും അതൊക്കെ തിന്നു. ഇത് തന്നെ അതിൻ്റെ കാജു. ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഗോവ ഇസ് എ ഫേമസ് പ്ലേസ് ഫോർ കാജു. അതായത് കാഷ്യൂനട്ട്സിന് വേണ്ടിയിട്ട് നല്ല ചെറിയ എമൗണ്ടിന് കിട്ടണേ. ഇത് നല്ല രസമുണ്ടല്ലോ.
നമ്മൾ ഈ കല്ലില്ലേ എക്വേറിയത്തിലിടുന്ന കല്ല്, ആ കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കോഴ്സാണ്. ये कितना है? കുറേ സാധനങ്ങളുണ്ട്. ये वाला 600 600. इसका दूसरा ऐसा लाइट लगाते हैं ना राउंड में, और ज़्यादा नाइट में जरूर लाइट पड़ेगा. ഇതിന് ചുറ്റും ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. लाइट വെച്ചാൽ എങ്ങനെ? 600 रुपीज़ാണ് ഇതിന്. ये सबका 600 ज़्यादा लगता है बिग वाला? अलग अलग है रेट, साइज पर अलग अलग है. ये बिग साइज है, हाँ ये मीडियम साइज है, अच्छा ये छोटा साइज है. छोटा साइज है. और इसका अलग का रेट है? रेट कितने सबका अलग अलग है. मोका का बड़ू कितना है? 600 रुपये. ये वाले का मैडम ये 600 का है, ये 600 ये है. 1200 का है, 1000 ये 450 का है. ये स्टोन का भी डाटा. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റിങ്ങുകൾ, കുറേ റിങ്ങുകളൊക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം പൊടി പിടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇവർ എവിടുന്നോ പെറുക്കി കൊണ്ടുവന്നാണെന്നൊരു ഡൗട്ടുണ്ട്. ഫുള്ള് മാലകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പെന്നോ? ഹായ് ബോലോ, ഹായ് ബോലോ. അപ്പം നമ്മൾ കുറച്ച് ചെയിനൊക്കെ വാങ്ങിച്ചു. ഇതെൻ്റെ ചെയിനാണ്. ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സസ്തമാണ്. ഇവിടെ 100 റുപ്പീസിൻ്റെ ബാഗ് അവൈലബിൾ ഉണ്ട്. ഏതെടുത്താലും 100. സെയിലാണ് ഇവിടെ മൊത്തം. ഓക്കെ, നമ്മൾ കലാങ്കുട്ട ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഓക്കെ, ഇതാണ് എൻട്രൻസ്. ഇവിടുത്തെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്ററിൻ്റെ സ്റ്റാച്യു. പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇത് പാർക്കിംഗ് അല്ലല്ലോ, ടാക്സി. ആ, അപ്പുറത്തെ സൈഡ് ടാക്സി അവൈലബിൾ ആണ്. ഇവിടെ ഹാറ്റ് ഉണ്ട്. ഹാറ്റ് നോക്കാം. നിങ്ങൾക്ക് എടുത്തോ. ये कितने? 150 का 150 रुपये. ഈ ക്യാപ്പിനൊക്കെ 150 റുപ്പീസാണ് ഒരു പറഞ്ഞത്. आज सारी लाके ये मेरा सही है. नहीं ये ट्राई करके देखो. अरे ना പക്ഷേ കളർ വേണ്ട. ब्राउन यार राउंड നോക്ക്. राउंड 100 200 400 फिक्स रेट है. एक ही रेट ओनली 1 അപ്പോൾ ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ രണ്ട് ക്യാപ്പ് വാങ്ങിച്ചു. ഈ ക്യാപ്പ് വാങ്ങിച്ചു. ഇവിടുത്തെ വെയിൽ ഭയങ്കരമാണ്. ലാസ്റ്റ് 350, അത് 150. എൻ്റെ തലയിലുള്ളത് 200. താങ്ക് യു ഭയ്യ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മാസ്ക് ഇടണം. അയ്യോ, ഇവിടെ മാസ്ക് ഇല്ലെങ്കിൽ എൻട്രി ഇല്ല. പോലീസുകാരെ പിടിച്ച് പുറത്താക്കിയാണ് മാസ്ക് ഇല്ലാത്തത്. മാസ്ക് ഇല്ലെങ്കിൽ ഇവിടെ അലോ ചെയ്യില്ല, കാരണം പോലീസുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ. ഓക്കെ, വെയിലാണ് ഭയങ്കര വെയിലാണ്. ഇക്കാരണം ക്യാപ്പ് ഭംഗിയില്ലേ എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഡൗട്ടിലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ താഴത്ത് ഭംഗിയുണ്ടോ ഇല്ലെന്ന്. അതെ. ഇതാണ് കലങ്കുട്ട മെയിൻ എൻട്രൻസ് വരുന്നത്.
ഓക്കെ. അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്, ഭയങ്കര വെയിൽ. നമ്മൾ ചൂസ് ചെയ്ത ടൈം വാസ് റോങ് ആക്ച്വലി. നമ്മൾ രാവിലെ ഇവിടുത്തത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് രാവിലെയാണ് നമ്മൾ പോയത്. രാവിലെ മീൻസ് അത്ര നേരത്തെ അല്ല, ഒരു 11-11:30 ആ ഒരു ടൈമറ്റായിരുന്നു. അപ്പം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടെടുക്കുന്നൊരു വെയിലായിരുന്നു ആ ടൈമിൽ. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഷാക്സ് കിട്ടും. ഷാക്സ് പെർ ഹവർ 200 rupees 100 rupees ആണ് ടാക്സിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറിനേഴ്സിനെക്കാട്ടിലും കൂടുതൽ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റുകളെ തന്നെയാണ്. പല മഹാരാഷ്ട്ര, കർണാടക, അങ്ങനെ പല ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ലൈക്ക് ആൾക്കാരെയാണ് നമ്മളിവിടെ കൂടുതൽ ഇപ്പോൾ കാണുന്നത്. മേ ബി ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എവിടെയും അറിയാമല്ലോ, കർഫ്യൂ ആയതുകൊണ്ട് വേറെ എവിടെയും ഒന്നുമില്ലാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ ഉള്ളത്. എല്ലാവരും ഷാക്സിൽ പിടിച്ചിരുത്താനുള്ള പരിപാടിയാണ്. നമ്മൾ ഇരിക്കാനല്ലല്ലോ വന്നത്, നമ്മൾ കാണാനല്ലോ വന്നത്. ഇവിടെ വാട്ടർ സ്പോർട്സ് കൂടാതെ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. പെർ പേഴ്സൺ വരുന്നത് 500 200 ആ റേഞ്ച് ആണ് വരുന്നത്. 500-200 rupees ആണ് പെർ പേഴ്സൺ. ആക്ച്വലി സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് 2 hours ആണ് വരിക. 2 hours കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 25 kilometers ഇൻസൈഡിൽ പോയിട്ട് അവിടെ ഡോൾഫിൻസിനെ കാണിക്കും. പിന്നെ വിജയ് മല്യൻ്റെ വീടൊക്കെ കാണിക്കുന്ന പറയുന്നത്. നമുക്ക് വിജയ് മല്യ അറിയില്ല. പിന്നെ അവിടെ ഹൈലൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഓരോ ഏരിയാസ് കാണിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാനില്ല, ഫുൾ ക്രൗഡാണ്. കംപ്ലീറ്റ് ക്രൗഡ്, ഫുൾ ഓഫ് ക്രൗഡ് ഇൻ ഗോവ. പാരാസെയിലിംഗ് ചെയ്യാൻ ഇപ്പം നല്ല ആഗ്രഹമുണ്ട്. പാരാസെയിലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറേ. ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സിങ് പ്രോബ്ലം എന്താ വെച്ചാൽ അറിയാലോ, നമുക്ക് റൂം നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഹോൾ ഡേ ഫുള്ള് കൊള്ളാവും. പിന്നെ നമ്മൾ റൂമിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഡേ റൂം എടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് വാട്ടർ സ്പോർട്സ് ചെയ്തിട്ട് നേരെ റൂമിൽ പോകണം. അല്ലെ ഫുൾ നനയും കേട്ടോ. അപ്പുറത്തേക്ക് ആൾക്കാർ ഇരിക്കുന്ന അവസ്ഥ മാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ബീച്ച് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസ്കിൻ്റെ ആവശ്യമില്ല. കാരണം അതെ, നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷേ ഇൻസൈഡിലേക്ക് വരുമ്പോൾ കലങ്കട്ട് ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ വൺ സ്ട്രിക്റ്റ് ആണ്. മാസ്ക് ഇല്ലാണ്ട് എൻട്രി അലൗഡ് ഇല്ല. കാരണം അത്രയും ക്രൗഡാണ് ന്യൂ ഇയർ ആയതുകൊണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഞങ്ങൾ പോകുന്ന ബാഗ ഏരിയയിലേക്കാണ്. ബാഗ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ബാഗ ഏരിയയിലേക്കാണ്. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു എത്ര 2 kilometers 1.5 kilometer ആ റേഞ്ചിൽ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാഗ സൈഡിലെത്തും. അവിടെ നല്ല ക്രൗഡ്സ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നോ ബിബു. ഓക്കെ ഓക്കെ. പാരാസെയിലിംഗ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അറിയാലോ, എൻ്റെ വ്ളോഗ് അല്ലെങ്കിൽ എന്നെ പരിചയമുള്ളവർക്ക് അറിയാം, എനിക്ക് ഹൈറ്റ് ഭയങ്കര ഫിയർ ഓഫ് ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഹൈറ്റിൽ നിന്ന് കഴിഞ്ഞാലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര കൂടുതലാണ്. എനിക്കും അത് മാറ്റണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അതിന് ഞാൻ സ്കൈ ഡൈവിങ് വരെ തീരുമാനിച്ച് വെച്ചിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് സ്കൈ ഡൈവിങ്. കാരണം എനിക്കത് മറികടക്കണം, ഫിയർ ഓഫ് ഹൈറ്റ്സ് മറികടക്കണം. അപ്പോൾ അതെനിക്ക് ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, ഞാൻ ഇവിടെ വരുമ്പോൾ നിന്നെ ഞാൻ പാരാസൈലിങ്ങിൽ കൊണ്ടുവന്നെ പേടി, ഹൈറ്റിൻ്റെ പേടി ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പോകണമെന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ പോകും. ഇവിടെ നമുക്ക് നിയർ ബൈ തന്നെ ഒരു ഹോട്ടലുണ്ട്, നമസ്തേ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ കയറിയിരുന്നു. നമ്മൾ അതിന് ശേഷമാണ് ദം ബിരിയാണി ഉണ്ട്, ഹൈദരാബാദി ബിരിയാണീസ് ഉണ്ട്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നല്ല വിശപ്പ്. രാവിലെ കരമായിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നല്ലോണം വിശക്കുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബീച്ച് ഭാഗത്തുനിന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു. നല്ല പാനിപ്പൂരി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി കഴിക്കാം. കുഴപ്പമില്ല കേട്ടോ. ലൈക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കടകളും ഉണ്ട് അത്യാവശ്യം.
ദം ബിരിയാണിക്ക് നമ്മുടെ നാട്ടിലുള്ള പൈസയിൽ വരുന്നത് 100 റുപ്പീസ് അല്ലേ ദം ബിരിയാണി പറഞ്ഞാൽ 100 റുപ്പീസ്. സോ ഇതാണ് ദം ബിരിയാണി. ദം ബിരിയാണി ടെസ്റ്റിന് ഓർഡർ ചെയ്താൽ പക്ഷേ നന്നായി അത്രയും ദം ബിരിയാണി 2 പേർക്ക് കഴിക്കാൻ കുറച്ച് കഴിക്കുന്നവർക്ക് ഞാനിപ്പോൾ കുറച്ചേ കഴിക്കാറുള്ളൂ. നമുക്ക് 2 പേർക്കും കഴിക്കാൻ ആവശ്യത്തിലധികം ബിരിയാണി. സോ ഇതിനൊക്കെ അവർ 100 എന്നാണ് പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. കഴിച്ചു കൊടുക്കാം എൻ്റെ ലൈഫായി ഗോവയിൽ വന്നിട്ട് ഏറ്റവും ടേസ്റ്റുള്ള സാധനം പൊളി. ഓ മോനെ വാ മോനെ കഴിക്കാം മോനെ വാ മോനെ ആ സീനല്ലേ.